ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ദുബായിലെ തന്നെ ഏറ്റവും ലക്ഷറിയസ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ദ പാം ജുമേറ കാണാൻ പോകുന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഒരു സാധാരണക്കാരന് എങ്ങനെ പാം ജുമേറ കാണാൻ പോകാം എന്നുള്ളതും അതുപോലെ ദുബായിലെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ ദുബായ് ട്രാമിലേക്കാണ് പോകുന്നത്, ദുബായ് ട്രാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. അപ്പോൾ ഗൈസ്, നമ്മളിത് ട്രാം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും പാം ജുമേറയിലേക്ക് പോകാനായിട്ട് ട്രാം കയറാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്കിൽ ഇതേ ട്രാം ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രാമിൽ കയറി. ആദ്യമായിട്ടാണ് ദുബായ് ട്രാമിൽ കയറേണ്ടത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ദുബായ് മറീന മാളിൻ്റെ അവിടെ നിന്ന് ട്രാമിൽ കയറിയിട്ട് പാം ജുമേറ സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള പ്ലാനിലാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് പാം ജുമേറ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ. അല്ലെങ്കിൽ കാറ് സ്വന്തമായിട്ടുള്ളവർക്ക് അങ്ങനെയും പോകാം. പക്ഷേ പാർക്കിംഗ് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. റെസിഡൻഷ്യൽ ഏരിയയാണ്, ലക്ഷറിയസ് ഏരിയയാണ്. നിങ്ങൾക്ക് ദുബായ് ട്രാമിൻ്റെ ഏതൊരു ട്രാം സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് പാം ജുമേറ ട്രാം സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതിയാവുന്നതാണ്. അതല്ലെങ്കിൽ മെട്രോയിലാണ് വരുന്നതെങ്കിൽ ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക, അവിടെ നിന്ന് ദുബായ് ട്രാം പിടിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ പാം ജുമേറ ട്രാം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് നമ്മളിപ്പോൾ വന്ന ട്രാം. അവിടെ നിന്ന് നമുക്ക് വേറൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള മോണോറെയിൽ കയറേണ്ടതായിട്ടുണ്ട്. ഈ മോണോറെയിൽ കയറിയാൽ മാത്രമേ നമുക്ക് പാം ജുമേറ കാണാനായിട്ട് പറ്റുള്ളൂ. പാം ജുമേറയുടെ മുകളിലൂടെ പോകുന്ന ഒരു ട്രെയിനാണ് മോണോറെയിൽ. മോണോറെയിലേക്കുള്ള പാത്വയിലൂടെ നമ്മൾ നടന്ന് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുക. അവിടെ നിന്ന് നമുക്ക് മോണോറെയിലിൻ്റെ ടിക്കറ്റ് കിട്ടുന്നതാണ്. നല്ല തിരക്കാണ് ടിക്കറ്റ് കൗണ്ടറിൽ. പെരുന്നാൾ ദിവസമാണ് ഞങ്ങൾ പോയത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ ക്യൂവിലെത്തി. ടിക്കറ്റ് കൗണ്ടർ കാണുന്നതാണ്. അപ്പോൾ ടിക്കറ്റ് റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ 2 സ്റ്റോപ്പിലേക്ക് സിംഗിൾ ട്രിപ്പ് 10 ദിർഹം, അതുപോലെ റൗണ്ട് ട്രിപ്പ് ആണെങ്കിൽ 15 ദിർഹമാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് സിംഗിൾ ട്രിപ്പ് 20 ദിർഹം, റൗണ്ട് ട്രിപ്പ് 30 പക്ഷേ ഞങ്ങളതൊന്നും എടുത്തില്ല. ഞങ്ങൾ അത് കൂടാണ്ട് ഒരു ഡേ പാസ് എന്ന് പറഞ്ഞ ടിക്കറ്റ് ഉണ്ട്, അതാണ് എടുത്തത്. അതാകുമ്പോൾ നമുക്ക് എത്ര തവണ വേണമെങ്കിലും എല്ലാ സ്റ്റേഷനിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്നതാണ്. അപ്പോൾ ഞങ്ങളത് എടുത്തിട്ട് ഇതേ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതേ നമ്മൾക്ക് പോകാനുള്ള മോണോറെയിൽ എത്തിയിട്ടുണ്ട്. 3 സ്റ്റേഷനാണ് ഇവിടെ പാം ജുമേറയിലുള്ളത്. ഫസ്റ്റ് വൺ അൽ ഇത്തിഹാദ് പാർക്ക്, പിന്നെ നക്കീൽ മാള്, ഏറ്റവും ലാസ്റ്റ് വാട്ടർ തീം പാർക്കായിട്ടുള്ള അറ്റ്ലാന്റിസ് അക്വാവെഞ്ചറാണ്. 2 സൈഡിൽ നിന്നും ഡ്രൈവ് ചെയ്ത് സിംഗിൾ ലൈനിലൂടെ പോണത് കൊണ്ടാണ് ഇതിനെ മോണോറെയിൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ അങ്ങോട്ട് പോയാൽ സെയിം ട്രെയിൻ തന്നെയാണ് തിരിച്ചു വന്നേക്കുന്നത് നമുക്ക് പാം ജുമേറയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പാം ജുമേറ ആസ്വദിച്ചുകൊണ്ട് മോണോറെയിൽ എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെ പോകണം. നല്ല അടിപൊളി വ്യൂ ആണ് 2 സൈഡിലും, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പാം ജുമേറ മോണോറെയിലിൻ്റെ ഫസ്റ്റ് സ്റ്റേഷനിലെത്തി, അൽ ഇത്തിഹാദ് പാർക്ക്. നമുക്ക് ഇറങ്ങാനുള്ളത് സെക്കൻഡ് സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ നേരെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനായിട്ടുള്ള അറ്റ്ലാന്റിസിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാനായിട്ടുള്ള പ്ലാനിലാണ്. അങ്ങനെയാണ് നമ്മൾ റൗണ്ട് ട്രിപ്പ് എടുക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് ഈ കാണാൻ കഴിയുന്നതാണ് അറ്റ്ലാന്റിസ് ദ റോയൽ എന്ന് പറയുന്ന ബിൽഡിങ്. ദുബായിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ബീച്ച് റിസോർട്ട് ആൻഡ് ഹോട്ടലാണ്. അതുപോലെ പാം ജുമേറയുടെ അറ്റത്ത് നമ്മൾ ഈ കാണുന്നതാണ് അറ്റ്ലാന്റിസ് ദ പാം. ഇത് രണ്ടും ദുബായിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലുകളും ബീച്ച് റിസോർട്ടുകളുമാണ്. ഈ അറ്റ്ലാന്റിസ് ദ പാമിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ അറ്റ്ലാന്റിസ് അക്വാവെഞ്ചർ എന്ന് പറയുന്ന വാട്ടർ തീം പാർക്കും വരുന്നത്. വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വാട്ടർ തീം പാർക്കാണ്. അങ്ങനെ നമ്മൾ ഇത് ഐക്കോണിക് പാം ജുമേറയുടെ 2 സൈഡിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് മോണോറെയിലിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനായിട്ടുള്ള അറ്റ്ലാന്റിസ് അക്വാവെഞ്ചറിൽ ഇറങ്ങി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേൾഡിലെ ലാർജസ്റ്റ് വാട്ടർ തീം പാർക്കാണ് അറ്റ്ലാന്റിസ് അക്വാവെഞ്ചർ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറാനുള്ള പ്ലാൻ ഇപ്പോൾ ഇല്ല. ജസ്റ്റ് അതിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ എല്ലാം കണ്ട് ഇവിടെ എന്തൊക്കെയാണോ കാണാനുള്ളത് അതെല്ലാം കണ്ടിട്ട് പോകാനുള്ളൊരു പ്ലാനിലാണ് ഇങ്ങോട്ട് വന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇത് പാം ജുമേറയുടെ മെയിൻ വ്യൂ പോയിന്റിൽ ചെല്ലേണ്ടതായിട്ടുണ്ട്. അത് 2ാമത്തെ സ്റ്റേഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ആളുകളെ കാണാൻ കഴിയും. വിദേശികളാണ്, യൂറോപ്യൻസാണ് കൂടുതലുള്ളത്. മലയാളികൾ തീരെ കുറവാണ് ഇവിടെ. ഈ യൂറോപ്യൻസ് എല്ലാവരും വന്നേക്കുന്നത് ഈ അറ്റ്ലാന്റിസ് അക്വാവെഞ്ചർ വാട്ടർ തീം പാർക്കിലേക്കാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തിപ്പെടുക എന്നത് ഭൂരിഭാഗം പേർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ദുബായിലെ ഏറ്റവും ഐക്കോണിക് പ്ലേസ് ആയിട്ടുള്ള പാം ജുമേറ കണ്ട് നമുക്ക് തിരിച്ചു പോകാം. വൺ ഓഫ് ദി ലാർജസ്റ്റ് മാൻമെയ്ഡ് ഐലൻഡ് ഇൻ ദ വേൾഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് കാണാനുണ്ട്. ഇവിടെ നമ്മുടെ കൂടെ ഇപ്പോൾ വന്ന് മോണോറെയിൽ വന്ന് ഇറങ്ങിയവരെല്ലാം ഈ വാട്ടർ തീം പാർക്കിലേക്ക് പോകുന്നവരാണ്. അല്ലാതെ ഉള്ള ആരെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊരു ഷോപ്പിംഗ് മാളാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ വേണം വാട്ടർ തീം പാർക്കിലേക്ക് പോകാനായിട്ട്.
അറ്റ്ലാന്റിസ് വാട്ടർ തീം പാർക്കിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 2 ഏരിയ ഉണ്ട്. ഒന്ന് അറ്റ്ലാന്റിസിലേക്കുള്ള എൻട്രൻസും അതുകൂടാണ്ട് ഡോൾഫിൻ സീ ലയണിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും കാണാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ സെപ്പറേറ്റ് ഉണ്ട്. രണ്ടിലേക്കും സെപ്പറേറ്റ് ടിക്കറ്റാണ്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് സ്വൈപ്പിംഗ് മെഷീൻസ് ഉണ്ട്, അതിൽ നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 4 ടൈപ്പുള്ള ടിക്കറ്റാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് അഡ്വഞ്ചറിലേക്കുള്ള ഡേ പാസ്, പിന്നെ നമുക്ക് ലോക്കർ വേണമെങ്കിൽ അതിനുള്ള ടിക്കറ്റ്. ഇനി അതല്ല, ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്, 2ലേക്കുള്ള ആക്സസിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റും ഉണ്ട്. അപ്പോൾ അഡ്വഞ്ചറിലേക്കുള്ള ഡേ പാസ് നമുക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 455 ആണ്, ഇൻക്ലൂഡിങ് ടാക്സ്. അറ്റ്ലാന്റിസ് അല്ലാതെ വേറെയും അട്രാക്ഷൻസ് ഒരുപാടുണ്ട്. അതിൽപ്പെട്ടതാണ് ദ ലോസ്റ്റ് ചേമ്പേഴ്സ് അക്വേറിയം. 65,000 മറൈൻ അനിമൽസ് ഉണ്ട് ഇവിടെ. അതെല്ലാം നമുക്ക് കാണാം. അതിൻ്റെ ഫീഡിങ് സെക്ഷൻ എല്ലാം ഉണ്ട്. പിന്നെ ഈ കാണുന്ന സൗത്ത് അമേരിക്കൻ ഡാൻസ് പാർട്ടി റെസ്റ്റോറൻ്റാണ്. ഇതിനും ടിക്കറ്റ് ഉണ്ട്. ഇതും സൗത്ത് അമേരിക്കൻ വൈബിലുള്ളൊരു റെസ്റ്റോറൻ്റാണ്. നല്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി തീമൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. തിരിച്ച് ഞങ്ങളിതേ മോണോറെയിലിൽ കയറിയേക്കണാണ് തിരിച്ച് പോകാനായിട്ട്. ഈ കാണുന്നതാണ് അറ്റ്ലാന്റിസ് വാട്ടർ തീം പാർക്ക്. അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ തിരിച്ച് നമുക്കിനി നക്കീൽ മാളാണ് പോകാനുള്ളത്. അവിടെ നിന്നാണ് ഇത് പാം ജുമേറ, ഐക്കോണിക് പാം ജുമേറയുടെ ടോപ്പ് വ്യൂ കാണാനുണ്ട്. അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് അവിടെ ഉണ്ട്. അപ്പോൾ അറ്റ്ലാന്റിസിനോടൊക്കെ ഇതേ ഇവിടെ പറഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ്. റൗണ്ട് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്റ്റേഷനിൽ വേണമെങ്കിലും ഇറങ്ങാം. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, റൗണ്ട് ട്രിപ്പ് എടുത്താൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്റ്റേഷനിലും ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം. വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് തോന്നുന്നത് കൊണ്ട് പാം ജുമേറ പോകുന്നതും അവിടെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നെക്സ്റ്റ് പാർട്ടിൽ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും അതും കൂടി കാണുക. നമുക്ക് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.